ഹലോ ഗൈസ്, ഇത് എൻ്റെ മോൻ്റെ സെക്കൻഡ് ബർത്ത്ഡേ സെലിബ്രേഷനാണ്. ഇത് ഏറ്റവും സിമ്പിളായിട്ട് എന്നുള്ള രീതിയാണ് എനിക്കുള്ളത് കേട്ടോ. ഏറ്റവും സിമ്പിളായിട്ട് എന്നാൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഞാൻ മാക്സിമം ചെയ്തിട്ടുണ്ട്. അവൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ആ ബലൂണെല്ലാം കണ്ട് ഞാനൊരു ബർത്ത്ഡേ വിഷസൊക്കെ പറഞ്ഞ് എഴുന്നേൽക്കണമെന്നുണ്ടായിരുന്നു. അതിനോട്ട് ഞാൻ എല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. രാത്രി തന്നെ ബലൂൺസും എല്ലാം എനിക്ക് ആ ക്യൂട്ടായിട്ടുള്ള അനിമൽസിൻ്റെ ഫേസിലെ അതായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അതും എല്ലാം സെറ്റ് ചെയ്ത് അവൻ്റെ ബെഡിൽ ഞാൻ റെഡിയാക്കി വെച്ചു. എന്നിട്ട് ക്യാമറ ഓണാക്കി വെച്ചു. ഇപ്പോൾ ഓണാക്കി വെച്ചതെന്നറിയാവോ, അവൻ ഇരിക്കുമ്പോൾ തന്നെ അത് റെഡിയാക്കി, അതായത് ആ ഒരു എക്സൈറ്റ്മെൻ്റ് ഉണ്ടല്ലോ ഇത് കാണുമ്പോൾ, അല്ലെങ്കിൽ ആ ബർത്ത്ഡേ ആണ് എന്നുള്ളൊരു ചിന്ത അവനിൽ കൊണ്ടുവരണമെന്നുണ്ടായിരുന്നു. അത് കിട്ടി. എന്തോ അത് നടക്കുന്നു ആൾക്ക് ധാരണ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ പറയുന്നുണ്ട് ഹാപ്പി ബർത്ത്ഡേ എന്ന് പറയുമ്പോൾ ബർത്ത്ഡേ ആണോ അമ്മ എന്നുള്ളൊരു രീതിയിൽ ബർത്ത്ഡേ എന്ന് പറയും നിർത്തുന്നു. പിന്നെ ഈ ബലൂൺസിൻ്റെ ഇതൊക്കെ കണ്ടപ്പോൾ പൊട്ടിപ്പോവോ എന്നുള്ളൊരു ഇതൊക്കെ വേദിയിൽ എന്താ പറയുക, ഞാൻ വിചാരിച്ചതിനേക്കാൾ മോൻ എക്സൈറ്റഡ് ആയിട്ടുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ എനിക്ക് എന്താണെന്നറിയില്ല, വല്ലാത്തൊരു സന്തോഷം. കാരണം എനിക്ക് അമ്മയൊക്കെ വെച്ച് ഇത്രയൊന്നും ചെയ്തിട്ടില്ല. രാവിലെ എഴുതിക്കുന്നു, സദ്യ റെഡിയാക്കുന്നു, പായസം വെക്കുന്നു, അമ്പലത്തിൽ കൊണ്ടുപോകുന്നു, അത്രയാണ് എൻ്റെയൊക്കെ ബർത്ത്ഡേ എന്ന് പറയുന്നത്. ഇത് എനിക്ക് ഇത്രയും ചെയ്യാൻ പറ്റിയെന്ന് പറയുമ്പോൾ മൈ ഗോഡ്, വല്ലാത്തൊരു ഫീലാണ് കേട്ടോ. പിന്നെ അവൻ എഴുതിയത് ലേറ്റായിട്ടാണ്, അതുകൊണ്ട് അമ്പലത്തിൽ പോകണം എന്ന ഒരു ഇതില്ലായിരുന്നു. ഞാൻ വിചാരിച്ചു പെട്ടെന്ന് അങ്ങ് പോയിട്ട് വരാം, വർഷത്തിലൊരിക്കലല്ലേ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ രണ്ടും കൂടെ അമ്പലത്തിൽ പോയിട്ട് വന്നു. അവൻ അമ്പലത്തിൽ പോകുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അവൻ്റെ ധാരണയിൽ ചെണ്ട കൊട്ടുന്നതൊക്കെ കുഞ്ഞ് ഭയങ്കര ഇഷ്ടമാണ്. സോ അമ്പലത്തിൽ പോവുക, അപ്പോൾ പിപ്പി കേൾക്കണം എന്നാണ് അവൻ പറയുന്നത്. അങ്ങനെ ഞങ്ങൾ അമ്പലത്തിലൊക്കെ പോയിട്ട് വന്നു. പിന്നെ ബിരിയാണി ആക്കി വലിയ പണിയെടുക്കാനൊന്നും വയ്യായിരുന്നു. അമ്മ എന്നുള്ള രീതിയിൽ ഇതിന് സദ്യയൊക്കെ വെച്ച് കൊടുക്കാം എന്നാണ്. പക്ഷെ സദ്യയേക്കാൾ ബിരിയാണിയാണ് എളുപ്പം തോന്നി. കാരണം ഞാൻ റൈസ് വെച്ചു, അമ്മ ചിക്കൻ വെച്ചു. റൈസും സിമ്പിളായിട്ട്, വേറെ ഒന്നുമില്ല, എല്ലാം സാധാരണ ഒരു റൈസ്, ബിരിയാണി റൈസ് വെച്ചു ആൻഡ് ചിക്കൻ റെഡിയാക്കി. അമ്മ ഒരു സൈഡ് ചിക്കൻ റെഡിയാക്കുന്നു, ഞാൻ റൈസ് റെഡിയാക്കി. പിന്നെ ഒരു സലാഡും ഒരു പായസവും ഉണ്ടായിരുന്നു. അത്രയും തന്നെ ധാരാളമില്ലേ, അത് സിമ്പിൾ ആൻഡ് ഹമ്പിൾ എന്നുള്ള രീതിയിൽ. പിന്നെ അത് കഴിഞ്ഞിട്ട് ആഫ്റ്റർനൂണാണ് വീണ്ടും ഈ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ എല്ലാം സെറ്റ് ചെയ്യണമല്ലോ. അത് ഇവൻ ഉറങ്ങിയതിന് ശേഷമേ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഞാൻ റെഡിയാക്കി വന്നതായിരുന്നു. അപ്പോഴത്തേക്കും എല്ലാം വലിച്ചു പൊട്ടിക്കുന്നുണ്ടായിരുന്നു. പിന്നെ അവനെ ഉറക്കിയതിന് ശേഷമാണ് ഞാൻ വന്ന് ബലൂണൊക്കെ എടുത്ത് കെട്ടിവെച്ചത്, അല്ലെങ്കിൽ നമുക്ക് ആ സമയത്ത് ബലൂണൊന്നും കാണില്ല. പിന്നെ എന്താ, കേക്കൊക്കെ കട്ട് ചെയ്തു. കേക്കിൻ്റെ തീം വന്നിട്ട് വാട്ടർ മെലൺ ആയിരുന്നു. പക്ഷെ അതിൻ്റെ ഒരു വൈറ്റ് കൂടെ വന്നില്ല. അപ്പോഴത്തേക്കും എനിക്ക് തോന്നുന്നു അത് നമ്മുടെ ഇന്ത്യൻ ഫ്ലാഗായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. പക്ഷേ ടേസ്റ്റ് വൈസ് നന്നായിട്ടുണ്ടായിരുന്നു. ഹണി ആൽമണ്ട് ആയിരുന്നു കേക്ക്. അവനും കേക്ക് കട്ട് ചെയ്തിട്ട് വെയിറ്റിംഗ് ആയിരുന്നു കേക്ക് കഴിക്കാൻ വേണ്ടി. കേക്കൊന്നും അങ്ങനെ കൊടുക്കുന്നതല്ല. അപ്പോഴത്തേക്കും ഞാൻ അതിൻ്റെ ക്രീമൊക്കെ മാറ്റിട്ടുണ്ട്, സ്പോഞ്ച് കുറച്ച് കൊടുത്തായിരുന്നു. അവനും ഇഷ്ടമായി, നന്നായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ. താങ്ക് യു.